പൊന്നോ ഇന്ന് ഇച്ചിരി ഇതായിരുന്നു വരുമോ നമ്മുടെ മഷേ ഭാഗത്ത് വർഗീസ് ചേട്ടനെ നമുക്ക് നോക്കാനോ ഉണ്ടല്ലോ ചോദിക്കാം വാ നമുക്ക് നോക്കാം ചേച്ചിയെ ഓ ഇതേ വർഗീസേട്ടൻ ഉണ്ടല്ലോ മുട്ടുവേദനയാന്നും പറഞ്ഞിരിക്കുക കേറുന്നില്ലേ കേറിയ ചായ കുടിച്ചേച്ച് പോകാം കാലിന്റെ മുട്ടിന് ഭയങ്കര വേദനയാണ്. അല്ലെന്നേ ഭയങ്കര വേദനയാ. നാളെ മുതൽ ഞങ്ങളോട് ഓടാൻ വന്നേ വരാം, നാളെ മുതൽ വരാം. 5:30-ക്കല്ലേ? ഞാൻ 5 മണിക്കാണ്. ആ ശരി, 5 മണിക്ക് ആയിക്കോട്ടെ, നമുക്ക് വരാമല്ലോ. അങ്ങനെയല്ല, നമുക്ക് രാവിലെ ഞാൻ വരാം. നിങ്ങളുണ്ടെങ്കിൽ ഞാനും ഉണ്ട്. 5 ദിവസമായി. അത് വേദനയായിട്ടല്ലേ? ഭയങ്കര വേദന വണ്ടി ഓടിക്കുന്നതിൻ്റെയാണെന്ന് തോന്നുന്നത്. ഈ വയസ്സാം കാലത്ത് വണ്ടി ഓടിക്കട്ടെ വല്ല കാര്യമുണ്ടോ? എടിയേ ഒരു ചായ എടുത്തില്ലേ? എന്നാ ഒരു വയ്യാഴിക? ഓ 2-3 ആഴ്ചയായി പനി പിടിച്ചിട്ട് ശബ്ദവും പോയി. ജൂലൈ 3-ാം തീയതി കുടുംബ കൂട്ടായ്മയുടെ വാർഷിക ഇവിടെ വെച്ചാ 2 പേരും ഇനി വന്നേക്കണം. ഓ തോമാച്ചന്റെ പേരും വെച്ചോണ്ട് നടന്നാ പോരാ. അന്നേ സെന്റ് തോമസ് ഡേയാ, ദുഃഖാന പെരുന്നാള്. എന്താ ദുഃഖാന പെരുന്നാള്? എന്റെ പൊന്നി ചേച്ചി, ഈ അന്ധവിശ്വാസമൊക്കെ മാറ്റാൻ നോക്കും. ഞാനീ പരിപാടിക്കൊന്നുമില്ല. അല്ല ചേച്ചി, ഈ തോമസ് ലീഗ കേരളത്തിൽ വന്നെന്ന് പറയുന്നത് ആരാ ഇപ്പൊ വിശ്വസിക്കുന്നത്? ഇതൊക്കെ ചുമ്മാ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ? ചുമ്മാ വേണ്ടാത്ത വർത്താനം ഒന്നും പറയല്ലേ. ഇത് കേട്ടോ ഇവരീ പറയുന്നത്? ഇതൊക്കെ കേട്ടോണ്ട് ചുമ്മാ ഇരിക്കുകയാണ് മനുഷ്യനാ. ഒന്ന് പറഞ്ഞു കൊടുക്കും മനുഷ്യനെ. ഇതൊക്കെ മനസ്സിലാവണമെങ്കിലേ അല്പം വിശ്വാസം വേണം. തോമാച്ച, പള്ളിയും പട്ടക്കാരനൊന്നും ഇല്ല നടക്കുന്ന നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളൊക്കെ ഇതും പറയും, ഇതിന്റെ അപ്പുറവും പറയും. വിശ്വാസം എന്ന് പറയുന്നത് തമ്പുരാൻ തരുന്ന വലിയൊരു ദാനമാണ്. അതുണ്ടാവണം. എന്നിട്ടാണോ ഈ തോമസ് ലീഗ തൊട്ട് നോക്കിയാലേ വിശ്വസിക്കത്തോളൂ എന്ന് വാശി പിടിച്ചത്? അല്ലേടാ ജോസഫേ? അതെ, തൊട്ടു നോക്കിയാലേ വിശ്വസിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞതേ അദ്ദേഹത്തിന് വിശ്വാസം ഇല്ല എന്നിട്ടല്ല, അദ്ദേഹത്തിന് കൂടുതൽ വിശ്വാസം ഉള്ളതുകൊണ്ടതാ. താൻ വിളിച്ചാൽ തന്റെ കർത്താവ് തനിക്കരികിലേക്ക് വേഗം വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാ. എന്നിട്ട് എന്താ സംഭവിച്ചത്? കർത്താവ് മുന്നിൽ വന്നപ്പോഴത്തേക്ക് തോമസ് ലീഗ എന്താ പറഞ്ഞത്? എന്റെ കർത്താവേ, എന്റെ ദൈവമേ. നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മളും പറയാറില്ലേ പെട്ടെന്ന് എന്റെ കർത്താവേ എന്ന്? അത് തന്നെ ഇവിടെയും സംഭവിച്ചത്. എന്റെ മക്കളെ, ആ വിശ്വാസമാണ് തോമസ് ലീഗയെ നമ്മുടെ നാട്ടിൽ എത്തിച്ചത്. ക്രിസ്തുവിന് വേണ്ടി ജീവൻ ബലിയെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അത് തന്നെ. ആ തോമസ് ലീഗയുടെ മക്കളാ നമ്മളൊക്കെ. അത് മറന്നു പോകുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. നമ്മൾ ഹൃദയപൂരി വിളിച്ചാലും കർത്താവ് വരും നമുക്ക് വേണ്ടി. തോമസ് ലീഗ വിളിച്ചതുപോലെ പൂർണ്ണ വിശ്വാസത്തോടെ വിളിക്കണമെന്ന് മാത്രം. എല്ലാവരെയും പോലെ എല്ലാത്തിനും പിന്നിൽ യുക്തി അന്വേഷിച്ച് നടക്കുന്ന യുക്തിവാദികളാകാനല്ല തോമസ് ലീഗ നമ്മെ പഠിപ്പിച്ചത്. കണ്ണും പൊട്ടി ക്രിസ്തുവിനെ അനുകരിക്കുന്ന നല്ല ദൈവവിശ്വാസികളാകാനാണ്. എന്നാ പിന്നെ ജൂലൈ 3-ന്റെ ആ പരിപാടി നമുക്ക് മൊത്തമായിട്ട് അങ്ങ് ഏറ്റെടുത്താലോ ജോസഫേ? പിന്നല്ലാതെ, നമ്മളില്ലാതെ എന്ത് കൂട്ടായ്മ. വിശുദ്ധ തോമാശ്ലീഹ തിരുസവിധത്തിൽ അണയും സുതരെ വിശ്വാസദീപം തെളിക്കൂ. വിശുദ്ധ തോമാശ്ലീഹ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രിസ്തു ശിഷ്യരായി രക്തസാക്ഷിയ സത്യവിശ്വാസികളാ